ഹലോ എവരിവൺ, ഇന്ന് നമ്മൾ ഒരു മീഡിയം ലെവൽ ലീഡ് കോഡ് ക്വസ്റ്റ്യൻ ആണ് സോൾവ് ചെയ്യാൻ പോകുന്നത്. ഇതൊരു സ്റ്റുഡൻറ്റ് നമ്മളെ യൂട്യൂബ് ചാനലിൽ കമൻറ്റ് ചെയ്ത് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്, അതുകൊണ്ടാണ് ഇത് സോൾവ് ചെയ്യുന്നത്. ഇത് ലീഡ് കോഡ് 2091 റിമൂവിങ് മിനിമം ആൻഡ് മാക്സിമം ഫ്രം അരേ. അപ്പം ഈ ക്വസ്റ്റ്യൻ എന്താണെന്ന് നമുക്ക് ആദ്യം നോക്കാം. അതായത് ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞിരിക്കുന്നത്, നമുക്കൊരു അരേ തന്നിട്ടുണ്ട്. ആ അരയിൽ യൂണീക്ക് ആയിട്ടുള്ള എലമെൻറ്റ്സ് ആണുള്ളത്. ഓക്കെ, ഡ്യൂപ്ലിക്കേറ്റഡ് എലമെൻറ്റ്സ് ഒന്നുമില്ല. അപ്പം ആ ഒരു നമ്പർ ഓഫ് എലമെൻറ്റ്സിൽ ഒക്കെ നമ്പേഴ്സാണ്. അപ്പോൾ ഇതിലൊരു മിനിമം നമ്പറും ഒരു മാക്സിമം നമ്പറും ഉണ്ടാവും. നമ്മുടെ ജോബ് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിൽ നമുക്ക് രണ്ടറ്റത്തുനിന്ന് ഡിലീറ്റ് ചെയ്യാം. ഒരു അരേൻ്റെ സ്റ്റാർട്ടിംഗ് ആയിട്ടുള്ള ഈ ഒരു അറ്റത്ത് നിന്ന് നമുക്ക് ഡിലീറ്റ് ചെയ്യാൻ പറ്റും, 2ൻ്റെ അവിടെ നിന്ന് ഡിലീറ്റ് ചെയ്യാൻ പറ്റും, നമുക്കതുപോലെ 6ൻ്റെ അവിടെ നിന്നും ഡിലീറ്റ് ചെയ്യാൻ പറ്റും, ബാക്കിൽ നിന്നും ഫ്രണ്ടിൽ നിന്നും ഡിലീറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ നമ്മൾ എത്ര എണ്ണം ഡിലീറ്റ് ചെയ്താലാണ് ഇതിലെ മാക്സിമവും മിനിമവും ആയിട്ടുള്ള നമ്പർ, അതായത് 10ഉം 11 1ഉം വരെയുള്ള എല്ലാത്തിനും ഒഴിവാക്കാൻ പറ്റുക. അപ്പോൾ ഈ തന്നിരിക്കുന്ന എക്സാമ്പിൾ നമുക്കൊന്ന് നോക്കി നോക്കാം എങ്ങനെയാണ് അതിലുള്ളത് എന്നുള്ളത്. അപ്പോൾ നമുക്ക് തന്ന എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം 10 ആണ് ഇവിടുത്തെ മാക്സിമം നമ്പർ, 1 ആണ് ഏറ്റവും മിനിമം നമ്പർ. അപ്പോൾ ഇതിൽ ഞാൻ പറയാം രണ്ടറ്റത്ത് നമുക്ക് ഡിലീറ്റ് ചെയ്യാം. അതായത് ഈ ലെഫ്റ്റ് സൈഡിൽ നിന്നും റൈറ്റ് സൈഡിൽ നിന്നും നമുക്ക് ഡിലീറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ ലെഫ്റ്റ് സൈഡിൽ നിന്ന് 10 വരെ കിട്ടണമെങ്കിൽ ആരൊക്കെ ഒഴിവാക്കണം? നമ്മൾ 2നെ ഒഴിവാക്കണം, പിന്നെ 10നെ ഒഴിവാക്കണം. അപ്പോൾ ഇവിടെ 2 ആൾക്കാരെ ഒഴിവാക്കി. അതേപോലെ 1നെ ഒഴിവാക്കണമെങ്കിൽ നമ്മൾ ആദ്യം 6നെ ഒഴിവാക്കുക, 8നെ ഒഴിവാക്കുക, പിന്നെ 1നെ ഒഴിവാക്കുക. ഇവിടെ 3 ആൾക്കാർ. അപ്പോൾ ടോട്ടൽ നമ്മൾ എത്ര ആൾക്കാർ ഡിലീറ്റ് ചെയ്ത്? 5 എലമെൻറ്റ്സിനെ ഡിലീറ്റ് ചെയ്തപ്പോഴാണ് നമുക്ക് ഇതിലെ മിനിമം മാക്സിമത്തിന് ഒഴിവാക്കാൻ പറ്റും. അപ്പം ഇവിടെ തന്നിരിക്കുന്ന എക്സാമ്പിൾ ആൻസർ 5 ആണ്. അപ്പോൾ അതാണ് ഇതിൻ്റെ ലോജിക്. പക്ഷേ നമുക്ക് ഇവിടെ ഒരു 3 കേസസ് ഉണ്ട്. ഇപ്പോൾ ഇവിടുത്തെ ഈ കേസിൽ നമ്മളിപ്പോൾ ഇങ്ങനെ ഡിലീറ്റ് ചെയ്യും. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഡിലീറ്റ് ചെയ്യുന്നതിന് പകരം ഇങ്ങനെ ഇനിയിപ്പം ഈ 1 ഡിലീറ്റ് ചെയ്യാൻ നമുക്ക് എന്തുകൊണ്ട് 7 5 4 1 ഇത് ഡിലീറ്റ് ചെയ്തുകൂടാ. അപ്പോൾ ഇങ്ങനെ ഡിലീറ്റ് നമുക്ക് 4 ആൾക്കാരെ ഡിലീറ്റ് ചെയ്യണം. അപ്പോൾ മൊത്തം 6 ആയി. അപ്പോൾ മിനിമം ആവില്ല. അപ്പോൾ നമുക്ക് ഏറ്റവും മിനിമം വേയിലാണ് ഡിലീറ്റ് ചെയ്യേണ്ടത്. അതുകൊണ്ടാണ് നേരത്തത് യൂസ് ചെയ്യുക. അപ്പോൾ ഇത് ഡിലീറ്റ് ചെയ്യുന്നപ്പോൾ നമ്മൾ ഈ അറ്റത്ത് ഡിലീറ്റ് ചെയ്യും. അതുകൊണ്ട് എന്താ 2 + 3 ആയിക്കാരും. അപ്പോൾ 5. ഇപ്പോൾ ഇതാണ് ഏറ്റവും മിനിമം. ഓക്കെ, അപ്പം ഇതാണ് അതിൻ്റെ ലോജിക്ക്. നമുക്കിനി വേറൊരു 2 എക്സാമ്പിളും കൂടി നോക്കാം. അപ്പോൾ തന്നിരിക്കുന്ന അരേ ഇപ്പോൾ ഇങ്ങനെയാണെന്നുണ്ടെങ്കിലോ 2 10 1 എന്നിട്ട് 3 4 5 6 ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്താണ് ഇതിലെ മാക്സിമം ആരാ? 10, മിനിമം 1. ഓക്കെ, ഇവർ രണ്ടുപേരും ഈ അറ്റത്ത്. അപ്പോൾ നമ്മൾ ഇനി ഈ സൈഡിൽ നിന്ന് ഡിലീറ്റ് ചെയ്യണം, ഈ സൈഡിൽ നിന്ന് ഡിലീറ്റ് ചെയ്യണം. എവിടെ നിന്ന് ഡിലീറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഏറ്റവും കുറച്ച് എലമെൻറ്റ്സ് കിട്ടുക? ഒബ്വിയസ്ലി നമ്മൾ ലെഫ്റ്റ് സൈഡ് അല്ല. ഇവിടെ നിന്ന് 1 2 3 ആൾക്കാരെ ഒഴിവാക്കി നമുക്ക് 2 മാക്സിമത്തിന് മിനിമത്തിന് 2 വരെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. മൊത്തം 3 ഡിലീഷൻ. ഓക്കെ, അപ്പം ഇതാണ് ഒരു കേസ്. അതായത് ലെഫ്റ്റ് സൈഡിൽ മാത്രം ഡിലീറ്റ് ചെയ്താൽ മതി എന്നുള്ളത്. അടുത്തൊരു എക്സാമ്പിൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിങ്ങനെ 3 4 5 6 7 എന്നിട്ട് ഞാനിവിടെ 1 ഇട്ടു. ഓക്കെ, ഈ കേസിലാണ് മിനിമം ഇവിടെ ഉണ്ട്, മാക്സിമം ഇവിടെ ഉണ്ട്. ഓക്കെ, നമുക്കിനി ലെഫ്റ്റ് റൈറ്റ് 2 സൈഡിൽ നിന്ന് ഡിലീറ്റ് ചെയ്യണ്ടേ? എവിടെ നിന്ന് ഡിലീറ്റ് ചെയ്താലാണ് ഏറ്റവും കുറച്ച് എലമെൻറ്റ്സ് പോവുക? ഇവിടുന്ന് 1നെ ഒഴിവാക്കിയ 10, അതായത് മാക്സിമം പോയി. പിന്നെ 1നും കൂടി ഒഴിവാക്കി കഴിഞ്ഞാൽ മിനിമം ആയിട്ടുള്ള 1ഉം പോയി. അപ്പം ഈ റൈറ്റ് സൈഡിൽ നിന്ന് മാത്രം എന്താ പറയുക ഡിലീറ്റ് ചെയ്ത് നമുക്ക് 2 ആളെ ഒഴിവാക്കിയാൽ മതി. അതാണ് ഏറ്റവും മിനിമം. അപ്പം റൈറ്റ് സൈഡിൽ നിന്ന്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് എന്ത് മനസ്സിലായി? 3 കേസസ് ഉണ്ട് അല്ലേ? ഏതൊക്കെയാണ് 3 കേസ്? ഇതാണ് നമ്മളെ കേസ് 1. ഓക്കെ, ഇതാണ് നമ്മളെ കേസ് 1. അതായത് 2 സൈഡിൽ നമുക്ക് ഡിലീറ്റ് ചെയ്യാം. ലെഫ്റ്റ് നിന്നും ഡിലീറ്റ് ചെയ്യാം, റൈറ്റ് നിന്നും ഡിലീറ്റ് ചെയ്യാം, എന്നിട്ട് മിനിമം കണ്ടുപിടിക്കുന്നത്. കേസ് 2 എന്താണ്? കേസ് 2 എന്ന് പറയുന്നത് ലെഫ്റ്റ് സൈഡിൽ നിന്ന് മാത്രം ഡിലീറ്റ് ചെയ്താൽ മതി അല്ലേ? ലെഫ്റ്റ് സൈഡിൽ നിന്ന് മാത്രം ഡിലീറ്റ് ചെയ്യുന്നതാണ്. പിന്നെ കേസ് 3 എന്താണ്? കേസ് 3 പറഞ്ഞാൽ നമ്മൾ റൈറ്റ് സൈഡിൽ നിന്ന് മാത്രം ഡിലീറ്റ് ചെയ്താൽ മതി. ഓക്കെ, അപ്പം ഈ ഒരു പോയിന്റ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അപ്പം ഇത് ക്ലിയർ അല്ലെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. നമുക്കിത് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് വേണമെങ്കിൽ ഡിസ്കസ് ചെയ്യാം നമ്മുടെ ഡിസ്കോഡ് സെർവറിൽ. ഇപ്പം ഇത് ക്ലിയർ ആയിട്ടുണ്ട് ഞാൻ വിചാരിക്കുന്നു. 3 കേസസ് ഉണ്ട്. നമുക്ക് മാക്സിമം മിനിമത്തിന് ഒഴിവാക്കണം. നമുക്ക് 3 രീതിയിൽ ഒഴിവാക്കാം. ഒന്നുകിൽ ലെഫ്റ്റ് നിന്ന് റൈറ്റ് നിന്നും ഡിലീറ്റ് ചെയ്ത് തുടങ്ങാം, അല്ലെങ്കിൽ ലെഫ്റ്റ് നിന്ന് മാത്രം ഡിലീറ്റ് ചെയ്യാം, അല്ലെങ്കിൽ റൈറ്റ് നിന്ന് മാത്രം ഡിലീറ്റ് ചെയ്യാം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ബേസിക് ഫണ്ടമെൻ്റൽ ഐഡിയ. ഓക്കെ, ഇങ്ങനെയാണ് നമ്മളൊരു സൊല്യൂഷൻ രൂപീകരിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മൾ ആ ഒരു ഐഡിയ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് എങ്ങനെയാണ് ഏതൊക്കെ അപ്രോച്ച് നമുക്ക് ചെയ്യാമെന്നുള്ളത്. ഇനി നമുക്ക് ഒരു ആൽഗോരിതം പെർസ്പെക്റ്റീവിൽ ആലോചിക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യുക? നമ്മൾ കേസ് 2 എന്ന് ഞാൻ തുടങ്ങുന്നു. ഓക്കെ, അതാണ് കുറച്ചുകൂടി എളുപ്പം. ഓക്കെ, കേസ് 2 പറയുന്നത് എന്താ? ലെഫ്റ്റ് സൈഡിൽ നിന്ന് മാത്രം ഡിലീറ്റ് ചെയ്യുക അല്ലേ? ഒരു അരേ തന്നിട്ടുണ്ടാവും, ആരേൻ്റെ ലെഫ്റ്റ് സൈഡിൽ നിന്ന് മാത്രം ഡിലീറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇവിടുത്തെ ഒരു എക്സാമ്പിൾ തന്നെ 1 10 പിന്നെ 3 4 ഈ ഒരു സിമ്പിളായിട്ടുള്ള ഒരു അരേ എടുക്കുക. ഓക്കെ, ഇങ്ങനത്തെ ഒരു അരയിൽ ഇൻഡെക്സ് നോക്കുകയാണെങ്കിൽ 0 1 2 3 ഇങ്ങനെയാണല്ലോ ഇൻഡെക്സ് ഉണ്ടാവുക. ഇതാണ് അതിൻ്റെ അടുത്ത വാല്യൂ. നമുക്ക് ഡിലീറ്റ് ചെയ്യേണ്ട അരേ ഈ 1നെയും ഈ 10നെയാണ് നമുക്ക് ഡിലീറ്റ് ചെയ്യേണ്ടത് അല്ലേ? ഇവർ രണ്ടുപേരെയാണ് നമുക്ക് ഡിലീറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ഡിലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ ആദ്യം നമുക്ക് ഇതിലുള്ള 3 കേസസിൽ നമുക്ക് ആദ്യം കണ്ടുപിടിക്കേണ്ട ആരൊക്കെയാണ്? ഇതിലെ മാക്സ് നമ്പർ ആരാന്ന് കണ്ടുപിടിക്കണം അല്ലേ? മാക്സ് നമ്പർ ആരാന്ന് കണ്ടുപിടിക്കണം, മിനിമം നമ്പർ ആരാന്ന് കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പം നമുക്കിപ്പോൾ തന്നിരിക്കുന്ന കേസിൽ മാക്സിമം 10ഉം മിനിമം 1ഉം ആണ്. ഇനി ഇവരെ ഇൻഡെക്സും കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പം മാക്സിൻ്റെ ഇൻഡെക്സ്, അതായത് മാക്സിൻ്റെ ലൊക്കേഷനാണ് ഞാൻ എടുക്കുന്നത്. മാക്സിൻ്റെ ലൊക്കേഷൻ, മാക്സ് എവിടെ നിൽക്കുന്നത്? 1ാമത്തെ ലൊക്കേഷനിലാണ്, 1ാമത്തെ ഇൻഡെക്സിലാണ് നിൽക്കുന്നത്. ഓക്കെ, മിനിമത്തിൻ്റെ ലൊക്കേഷൻ എവിടെയാണ്? ഇത് മിനിമാണ്. മിനിമത്തിൻ്റെ ലൊക്കേഷൻ എവിടെയാണ്? 1, അതായത് 0th പൊസിഷനിലാണ് നിൽക്കുന്നത്. ഓക്കെ, ഇനി നമ്മളെ കേസ് 2 പറയുന്നത് എന്താ? ലെഫ്റ്റ് സൈഡിൽ നിന്ന് ഡിലീറ്റ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ നിന്ന് ഡിലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്താ ചെയ്യേണ്ടത്?
ഇവരിൽ ആരാണ് ഏറ്റവും ഹൈ ലെഫ്റ്റ് പറഞ്ഞാൽ ഞാൻ ഇപ്പം പറയും 10 വരെ നമുക്ക് ഡിലീറ്റ് ചെയ്യണം. അപ്പോൾ ഏറ്റവും മാക്സിമം ഇതുവരെയുള്ള എല്ലാത്തിനും നമ്മൾ ഡിലീറ്റ് ചെയ്യണം അല്ലേ. ഇനിയിപ്പോൾ വേറൊരു എക്സാമ്പിൾ എടുക്കുക, ജസ്റ്റ് ഒരു റെഫറൻസിനാണ് വലിയൊരു അറേ എടുക്കുക എന്ന് എഴുതിക്കോ. ഇങ്ങനെ ഒരു വലിയൊരു അറേ ഞാൻ എടുത്ത് ഇങ്ങോട്ട് ഇതിൽ നമുക്ക് റാൻഡമായിട്ട് കുറച്ച് നമ്പേഴ്സ് ചെയ്താം. ഇവിടെ ഞാൻ 1ഉം ഇവിടെ ഞാൻ 10ഉം പിന്നെ ഇവിടെ ഞാൻ 12 വേണ്ട, ഇവിടെ നമുക്കൊരു 9 ഇടാം. ഓക്കെ, ഇതിലിപ്പോൾ മാക്സിമം മാക്സിമം 10ഉം മിനിമം 1ഉം ആണ്. പക്ഷേ നമ്മളിവിടെ കേസ് 2 ലെഫ്റ്റ് നിന്ന് മാത്രമാണ് നോക്കുന്നത്. അപ്പോൾ ഞാൻ പറയുകയാണ് എനിക്ക് ഈ 5നെ ഡിലീറ്റ് ചെയ്യണം. ഓക്കെ, 5നെ നമ്മൾ ഡിലീറ്റ് ചെയ്യണം, 4നെ ഡിലീറ്റ് ചെയ്യണം, 3നെ ഡിലീറ്റ് ചെയ്യണം, 2നെ ഡിലീറ്റ് ചെയ്യണം, 1നെ ഡിലീറ്റ് ചെയ്യണം, പിന്നെ നമ്മൾ 10നെ ഡിലീറ്റ് ചെയ്യും. 9 മാത്രം ബാക്കിയുണ്ടാവും. ഓക്കെ, ഇതിൻ്റെ ഇൻഡെക്സുകളൊക്കെ എന്തൊക്കെയാണ്? 0, 1, 2, 3, 4, 5, 6. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ 5 വരെയുള്ള എല്ലാവരെയും നമ്മൾ ഡിലീറ്റ് ചെയ്യണം. ഓക്കെ, എത്ര ഡിലീഷൻ ഉണ്ട്? മൊത്തം 6 ഡിലീഷൻ ഉണ്ട്. ഓക്കെ, 6 ഡിലീഷൻ നമ്മൾ ചെയ്യും ലെഫ്റ്റ് നോക്കുകയാണെങ്കിൽ. അപ്പം ഇതാണ് കേസ് 2 പറഞ്ഞത്. എങ്ങനെ വന്നാലും നമ്മൾ ലെഫ്റ്റിൽ നിന്നേ ഡിലീറ്റ് ചെയ്യുള്ളൂ എല്ലാവരെയും. അതാണ് നമ്മുടെ കേസ് 2. ഓക്കെ, അപ്പം ലെഫ്റ്റിൽ നിന്ന് ഡിലീറ്റ് ചെയ്യുമ്പോൾ 6 എണ്ണം ഉണ്ട്. 6ആണ് ഇതിൻ്റെ മൊത്തം ഡിലീഷൻ. ഇത് കിട്ടാനുള്ള ഏറ്റവും എളുപ്പം ഇതിലേക്ക് നോക്കിയിട്ട് നിങ്ങൾക്ക് എങ്ങനെ 6 കിട്ടുക? അല്ലെങ്കിൽ ഇതിൽ നമ്മൾ എത്ര ഡിലീഷൻ നടത്തി? 2 ഡിലീഷൻ ഈ കേസിലല്ലേ. ഈ കേസിൽ നമ്മൾ 2 ഡിലീഷൻ, ഈ കേസിൽ നമ്മൾ 6 ഡിലീഷൻ. ഇനി വേറൊരു എക്സാമ്പിൾ കൂടി ഞാൻ വെറുതെ എടുത്തുതരാം. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കുക, എന്തായാലും ഈ 6 അല്ലെങ്കിൽ മേലത്തെ 2 കിട്ടാൻ ഏത് നമ്പറിൽ നിന്ന് എന്ത് ചെയ്താലാണ് നമുക്ക് പെട്ടെന്ന് കിട്ടുക? ഒരു ഈസി എക്സാമ്പിൾ ഒന്ന് വെറുതെ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ. ഈ കേസിൽ 0ഉം 5ആണ് നമുക്ക് ഡിലീറ്റ് ചെയ്യേണ്ടത്. ഇൻഡെക്സ് എന്താണ്? 0, 1, 2, 3, 4. അപ്പോൾ ഇവനെ ഡിലീറ്റ് ചെയ്യണം, ഇവനെ ഡിലീറ്റ് ചെയ്യണം, 1നെ ഡിലീറ്റ് ചെയ്യണം, 0നെയും ഡിലീറ്റ് ചെയ്യണം, 5നെ എല്ലാവരെയും ഡിലീറ്റ് ചെയ്യണം ബേസിക്കലി അല്ലേ. അപ്പം ഈ കേസിൽ എത്ര ഡിലീഷൻ നടന്ന്? 5 ഡിലീഷൻ നടന്ന്. ഇനി ഒന്ന് ശരിക്കും ഒന്ന് ആലോചിക്കുക, എന്ത് ചെയ്ത് നമുക്ക് 5 കിട്ടുക? അതായത് നമുക്ക് ഡിലീറ്റ് ചെയ്യേണ്ട ഏറ്റവും അവസാനത്തെ നമ്പർ അതാരാണെങ്കിലും, ഇപ്പം ഇവിടുത്തെ ഏറ്റവും അവസാനത്തെ നമ്പർ 10ആണ്. ഇനിയിപ്പോൾ ഇത് തലകുത്തിനായിട്ട് ഇവിടെ 10ഉം ഇവിടെ 1ആണെന്നുണ്ടെങ്കിലും ഇതാണ് ഏറ്റവും അവസാനം ഡിലീറ്റ് ചെയ്യേണ്ടത് അല്ലേ. ഏറ്റവും അവസാനം ഡിലീറ്റ് ചെയ്യുന്ന നമ്പർ ആരാ? 5ാമത്തെ പൊസിഷനിലാക്കണം. ഈ 5ലേക്ക് നമ്മൾ ഇൻഡെക്സ് 1 ആഡ്, കാരണം നമ്മൾ ഇൻഡെക്സ് തുടങ്ങുന്നത് 0 എന്നാണ്. അതുകൊണ്ട് 1നെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 6 കിട്ടും. ഈ കേസിൽ ഏറ്റവും അവസാനത്തെ അവിടെ 1 ഈ 1ലേക്ക് നമ്മൾ വീണ്ടും 1 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 2 കിട്ടും. ഈ എക്സാമ്പിൾ നമ്മൾ 4 വരെയുള്ള ഇൻഡെക്സ് 4 വരെയുള്ള എല്ലാവരും നമ്മൾ ഡിറ്റ് 4 + 1 ചെയ്താൽ എന്ത് കിട്ടി? 5 കിട്ടി. ഈ 1 എന്തിനാണ് ആഡ് ചെയ്യുന്നത്? നമ്മൾ അറേ 0 ഇൻഡെക്സാണ്. പൈത്തണിലോ അല്ലെങ്കിൽ മിക്ക പ്രോഗ്രാമിംഗ് ലാംഗ്വേജിലും അറേ 0 ഇൻഡെക്സ് ആയിക്കാരം. അതുകൊണ്ടാണ് നമ്മൾ +1. 5 ആളുണ്ടല്ലോ ഇവിടെ. 1, 2, 3, 4, 5 കണ്ടോ? 5 പേരുണ്ട്. അപ്പം ഇത് ഇവിടെ എത്ര എണ്ണം പേരുണ്ട്? 1, 2, 3, 4, 5, 6 ആൾക്കാർ. 6 ആൾക്കാരുണ്ട്. ബേസിക്കലി എത്ര ആൾക്കാരുണ്ട് എന്നുള്ള കൗണ്ടാണ്. അപ്പോൾ നമ്മൾ ഇൻഡെക്സ് +1 എന്ന് കൊടുത്തപ്പോൾ നമുക്ക് എന്ത് ചെയ്ത് ലെഫ്റ്റ് സൈഡിൽ നിന്ന് ഡിലീറ്റ് ചെയ്യുന്നതിൻ്റെ കൗണ്ട് കിട്ടി. ഓക്കെ, അപ്പോൾ നമ്മൾ ലെഫ്റ്റ് സൈഡിൽ നിന്ന് ഡിലീറ്റ് ചെയ്യേണ്ട കൗണ്ട് എന്താണ്? അതൊന്ന് ജസ്റ്റ് നോക്കിക്കോ. ഈ ഇൻഡെക്സ്, അതായത് ഏറ്റവും അവസാനത്തെ ഇൻഡെക്സിലേക്ക് വന്നിട്ട് ഈ ഏറ്റവും അവസാനത്തെ ഇൻഡെക്സ് എങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുക? ഈ തന്നിരിക്കുന്ന ഈ ഒരു ടേബിൾ നോക്കുക. നമ്മളെ മാക്സിമം ലൊക്കേഷന്, മിനിമം ലൊക്കേഷൻ, മാക്സിമം ഇതിൽ വെച്ചിട്ട് എങ്ങനെ നമുക്ക് ഇൻഡെക്സ് കിട്ടുക? അത് നമ്മൾ ഏറ്റവും അവസാനത്തെ ഇൻഡെക്സ് അല്ലെങ്കിൽ ഏറ്റവും മാക്സിമം ഇൻഡെക്സ്. ഓക്കെ, ലെഫ്റ്റ് സൈഡിലുള്ള ഇൻഡെക്സ് എപ്പോഴും മാക്സിമം ആവുമല്ലോ. റൈറ്റ് സൈഡിലേക്കാണ് നമ്മൾ പോകുന്നത്. ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്കാണല്ലോ പോകുന്നത്. അപ്പോൾ റൈറ്റിൽ ഏറ്റവും വലിയ നമ്പർ ആവും. അതിന് ഞാൻ എന്ത് ചെയ്യും? തൽക്കാലം അതിനെ മാക്സിമം ഇൻഡെക്സ് എന്ന് പേരിൽ വിളിക്കുക. ഓക്കെ, മാക്സിമം ഇൻഡെക്സ് എന്താണ്? പൈത്തണിലാണെങ്കിൽ ഇവർ 2 പേരിലും ആരാണോ മാക്സിമം അവരാണ് അല്ലേ. മാക്സ് ലൊക്കേഷനിൽ ഇവരിൽ അല്ലെങ്കിൽ മിനിമം ലൊക്കേഷൻ ഇവർ 2 പേരിലും ആരാണോ ഏറ്റവും വലുത് അവരാണ് നമ്മളെ ഇവിടുത്തെ മാക്സ് ഇൻഡെക്സ്. ഓക്കെ, അപ്പോൾ ഇതിലെ മാക്സിമം. ഓക്കെ, എടുത്തു കഴിഞ്ഞാൽ ആൻസർ കിട്ടി. ഓക്കെ, അപ്പം ഈ ഒരു പാർട്ട് ക്ലിയർ ആയിട്ടുണ്ട് ഞാൻ വിചാരിക്കുന്നു. കേസ് നമ്പർ 2. ഓക്കെ, കേസ് നമ്പർ 2 നമ്മൾ സോൾവ് ചെയ്ത്. എൻ്റെ ഫോർമുല എന്താണ്? ഇൻഡെക്സ് +2 ആണ് ഫോർമുല. ഈ ഇൻഡെക്സിൻ്റെ വാല്യൂ എന്താണ്? കേസ് 2ൻ്റെ ആൻസർ എന്താണ്? ഇൻഡെക്സ് +1. ഇൻഡെക്സിൻ്റെ വാല്യൂ എന്താണ്? അല്ലെങ്കിൽ അതാണ് ഈ മാക്സ് ഇൻഡെക്സ് എന്ന് പറയുന്നത്. ഓക്കെ, മാക്സ് ഇൻഡെക്സ് ആണ് കേട്ടോ. മാക്സ് ഇൻഡെക്സ് +1. ഞാൻ ഇവിടെ വേണമെങ്കിൽ ഒന്നുകൂടിയും എളുപ്പത്തിന് ഇവിടെ ആക്കി തരാം. മാക്സ് ഇൻഡെക്സ്. ഓക്കെ, ഈ മാക്സ് ഇൻഡെക്സ് പറഞ്ഞാൽ എന്താണ്? മാക്സിമം ഓഫ് ഈ തന്നിരിക്കുന്ന മാക്സ് ലൊക്കേഷൻ അല്ലെങ്കിൽ മിനിമം ഇവരിൽ ആരാണ് ഏറ്റവും വലുത് അതാണ് ഈ മാക്സ് ഇൻഡെക്സിൻ്റെ വാല്യൂ. ഓക്കെ, അപ്പോൾ കേസ് 2 ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിചാരിക്കണം. നമുക്ക് കേസ് 3ലേക്ക് പോകാം. അപ്പോൾ നമ്മൾ കേസ് 3 പറയുന്നത് എന്താ? നമ്മൾ റൈറ്റ് സൈഡിൽ നിന്നാണ് ഡിലീഷൻ തുടങ്ങുക എന്നുള്ളത് അല്ലേ. അതാണ് നമ്മൾ കേസ് 3 ആണ്. നമുക്ക് റൈറ്റ് സൈഡിലേക്ക് വേണ്ടിയിട്ട് ഒരു സിമ്പിളായിട്ടുള്ള ഒരു അര വരക്കാം. അപ്പോൾ ഫസ്റ്റത്തെ ലോജിക്ക് എല്ലാവരും ഒന്ന് ഓർത്ത് വെക്കുക, അതെങ്ങനെയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് എന്നുള്ളത്. അപ്പോൾ നമ്മൾ ഈ എക്സാമ്പിൾസൊക്കെ എടുത്തിട്ട് നമുക്ക് ജസ്റ്റ് നോക്കാം. അപ്പോൾ ഇതിന് ഇൻഡെക്സ് എന്താ? 0, 1, 2, 3, 4, 5. ഓക്കെ, എന്താ നമ്മൾ പറഞ്ഞിട്ടുള്ളത്? നമ്മൾ റൈറ്റിൽ നിന്നാണ് ഇനി ഡിലീറ്റ്, അത് ഇവിടെ നിന്ന് ഇങ്ങോട്ടാണ് ഡിലീറ്റ് ചെയ്യേണ്ടത്. ആരൊക്കെ നമ്മൾക്കിപ്പോൾ ഇവിടെ നിന്ന് ഡിലീറ്റ് ചെയ്യേണ്ട ആൾക്കാർ? മാക്സിമം മിനിമം ആരാ? 1 ആണ് മിനിമം, 10 ആണ് മാക്സിമം. അപ്പോൾ നമ്മൾ എന്തായാലും 5നെ ഡിലീറ്റ് ചെയ്യണം. 4, 3, 2, 10 ബേസിക്കലി എല്ലാവരും ഡിലീറ്റ് ചെയ്യണം. ഓക്കെ, എത്ര ഡിലീഷൻ നടത്തി? 1, 2, 3, 4, 5, 6 മൊത്തം 6 ഡിലീഷൻ നടത്തി. ഞാൻ അടുത്ത എക്സാമ്പിൾ എടുത്ത് നോക്കാം. 0, 1, 2, 3, 4 ഇതാണ് അതിൻ്റെ ഇൻഡെക്സ്. ആരാണ് ഇതിൽ മാക്സിമം മിനിമം? ഇവരാണ് മാക്സിമം മിനിമം, 10ഉം 1ഉം. ഓക്കെ, വീണ്ടും നമുക്ക് ആരൊക്കെ ഡിലീറ്റ് ചെയ്യണം? നമ്മൾ എന്തായാലും എന്താ പറഞ്ഞിട്ടുള്ളത്? റൈറ്റിൽ നിന്ന് ഇങ്ങോട്ടാണ് പോകുന്നത്. ഓക്കെ, അപ്പോൾ 3നെ ആദ്യം ഡിലീറ്റ് ചെയ്ത്, 1നെ ഡിലീറ്റ് ചെയ്ത്, 10നെ ഡിലീറ്റ് ചെയ്ത്. എല്ലാവരും ഡിലീറ്റ് ആയില്ല. എത്ര ആൾക്കാരെ ഡിലീറ്റ് ചെയ്ത്? 3 ആൾക്കാരെ നമ്മൾ ഡിലീറ്റ് ചെയ്ത്.
ഇനി വീണ്ടും അടുത്തൊരു എക്സാമ്പിൾ എടുക്കുന്നത് ഈ എക്സാമ്പിളിൽ ഞാൻ ഇവിടെ ഒരു മാറ്റം വരുത്താൻ നമുക്ക് ഇതൊരു 0 ആക്കാം. ഓക്കെ, ഇത് 0 ആണ്. അപ്പം നമ്മൾ വീണ്ടും ഇങ്ങനെയാണ് പോകുന്നത്, റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക്. ഇതിൽ ആരാ മാക്സിമം, ആരാണ് മാക്സിമം 15ഉം മിനിമം 0യും ആണ്. അപ്പോൾ നമ്മൾ ഡിലീറ്റ് ചെയ്യുമ്പോൾ ആരൊക്കെ ഡിലീറ്റ് ചെയ്യണം? 4 ഡിലീറ്റ് ചെയ്തു, 5, 15, 14, 0. പിന്നുള്ളവരൊക്കെ മിനിമം. അപ്പോൾ മിനിമം ഒക്കെ കഴിഞ്ഞു. അപ്പോൾ എത്ര ആൾക്കാർ നമ്മൾ ഡിലീറ്റ് ചെയ്ത്? നമ്മൾ 5 ആൾക്കാരെ ഡിലീറ്റ് ചെയ്തു. ഓക്കെ, അപ്പം നിങ്ങൾ ഓർത്തൊക്കെ ഒന്ന് പോസ് ചെയ്ത് കമൻറ്റ് ചെയ്ത് ഇതിൻ്റെ ഈ ആൻസർ കിട്ടാനുള്ള ഫോർമുല എന്തായിക്കാനും എന്ത് ചെയ്തപ്പോൾ നമുക്ക് 6, 3, 5 എന്നുള്ളത് കിട്ടുക. അപ്പോൾ ഈ തന്നിരിക്കുന്ന എക്സാമ്പിൾ 6 കിട്ടാനുള്ള ഏറ്റവും ബെസ്റ്റ് എന്താ? നമ്മൾ ഈ മൊത്തം അരേൻ്റെ ലെങ്ത്ത് എത്രയാണ്? 1, 2, 3, 4, 5, 6. ഓക്കെ, ലെങ്ത്ത് ഓഫ് അരേ എത്രയാണ്? 6. നമ്മൾ ഏറ്റവും അവസാനത്തെ എലമെൻ്റ് എവിടെ വെക്കുന്നത്? റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്കാണ് നോക്കുന്നത്. അപ്പോൾ ഏറ്റവും മിനിമം നോക്കുന്നത്. നേരത്തെ നമ്മൾ ലെഫ്റ്റ് കേസിൽ എന്താ നോക്കിയത്? കേസ് 2ൽ നമ്മൾ എന്താ ചെയ്തത്? നമ്മൾ ലെഫ്റ്റിലേക്കാണ്. അപ്പം ഈ റൈറ്റ് സൈഡ്, അതായത് ലെഫ്റ്റ് ടു റൈറ്റാണ് പോകണം. അപ്പോൾ റൈറ്റ് സൈഡിലെ നമ്പർ ഇൻഡെക്സ് എപ്പോഴും എന്തേക്കാനും? വലുതേക്കാരം അല്ലേ, മാക്സിമം ഇൻഡെക്സ് ആയിക്കാരം. ഈ കേസിൽ നമ്മൾ റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്കാണ് പോകുന്നത് അല്ലേ, റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്കാണ് പോകുന്നത്. അപ്പം ഇൻഡെക്സിൻ്റെ സൈസ് കുറയുകയാണ് ചെയ്യുന്നത്. കണ്ടോ, 5, 4, 3, 2 കുറയും. അപ്പോൾ ഏറ്റവും ചെറിയ ഇൻഡെക്സ് എടുക്കുക. ഓക്കെ, അപ്പോൾ മിനിമം ഇൻഡെക്സ് ആരാ നോക്കുക? നമ്മൾ ഡിലീറ്റ് ചെയ്യേണ്ടി. അപ്പോൾ ഒന്നാണ് നമുക്ക് ഡിലീറ്റ് ചെയ്യേണ്ടത്, മിനിമം ഇൻഡെക്സ് 0 അല്ലേ. അപ്പം ലെങ്ത് ഓഫ് അരേ എത്രയാണ്? ഇവിടെ 6. 6 - 0 എത്രയാണ് ആൻസർ? 6. ഈ കേസിൽ ലെങ്ത് ഓഫ് അരേ എത്രയാണ്? 5 എലമെൻ്റ് ഉണ്ട്. ഇവിടെ 5 എലമെൻ്റ് ഉണ്ട് മൊത്തം. നമ്മൾ ഡിലീറ്റ് ചെയ്തിട്ട് റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്കാണ് പോകുന്നത്. ഏറ്റവും മിനിമം ഇതാരാണ്? മിനിമം എലമെൻ്റ് അല്ല, മിനിമം ലൊക്കേഷൻ. അതായത് 10 നമുക്ക് ഏറ്റവും ലാസ്റ്റ് ഡിലീറ്റ് ചെയ്യുന്ന നമ്പർ ഇവിടെ അല്ലേ. 1 ഡിലീറ്റ് ചെയ്ത് 10 ഇൻഡെക്സ് എത്രയാണ്? 2. അപ്പോൾ 5 - 2 നമുക്ക് 3 കിട്ടി. ഓക്കെ, അതേപോലെ ഈ കേസിലും നമുക്കൊന്ന് നോക്കാം. 0, 1, 2, 3, 4, 6. ഇവിടെ മൊത്തം എത്ര എലമെൻറ്റ്സ് ഉണ്ട്? മൊത്തം ഇവിടെ 7 ആൾക്കാരുണ്ട്. 7 ആൾക്കാർ. ഇതിൽ ഏറ്റവും അവസാനം നമ്മൾ ഡിലീറ്റ് ചെയ്യേണ്ട ആരാ? 0നെ ഡിലീറ്റ് ചെയ്യുക. 0 ഏത് ലൊക്കേഷനിലാണ്? രണ്ടാമത്തെ ലൊക്കേഷൻ. 7 - 2 എത്രയായി? 5. ഇപ്പോൾ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടിയല്ലോ. ഇതിൻ്റെ ഫോർമുല അപ്പോൾ എന്തേക്കാരം? ഇതിൻ്റെ ഫോർമുലയാണ് ലെങ്ത് ഓഫ് അരേ മൈനസ് മിനിമം ലൊക്കേഷൻ അല്ലേ, മിനിമം ലൊക്കേഷൻ. ഓക്കെ, അപ്പോൾ നേരത്തെ നമ്മൾ ഫോർമുല നോക്കുകയാണെന്നുണ്ടെങ്കിൽ മിനിമം ലൊക്കേഷൻ നമ്മൾ വേറൊരു വേരിയബിളിന് ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ലൊക്കേഷനില്ല, മിനിമം ഇൻഡെക്സ്. ഓക്കെ, ഏറ്റവും മിനിമം ഇൻഡെക്സ്. ഇതാണ് നമ്മളെ കേസ് 3ൻ്റെ ഫോർമുല. ഓക്കെ, ഈ മിനിമം ഇൻഡെക്സ് എന്താണ്? അതും കൂടി നമുക്കൊന്ന് എഴുതണ്ടേ. മിനിമം ഇൻഡെക്സ് എന്താ? നേരത്തെ കേസ് 2ൽ നമ്മൾ എന്ത് ചെയ്തിട്ടുള്ള മിനിമം ഇൻഡെക്സ് എന്ന് പറഞ്ഞിട്ട് ഈ ഒരു കേസാണ് നമ്മൾ മിനിമം ഇൻഡെക്സിന്, അതായത് മാക്സിമം ഓഫ് ഈ തന്നിരിക്കുന്ന 2 ലൊക്കേഷനിൽ ഏറ്റവും മാക്സിമം ആരാ. അപ്പോൾ നമ്മൾ ഇവിടെ എന്താ? ഈ തന്നിരിക്കുന്ന 2 ലൊക്കേഷനിൽ മിനിമം ആരാന്നാണ് നമുക്ക് എഴുതേണ്ടത്. ഓക്കെ, അപ്പം തന്നിരിക്കുന്ന ലൊക്കേഷന് മാക്സ് ലൊക്കേഷനും നമുക്ക് തന്നിട്ടുണ്ട്, അതുപോലെ മിനിമം ലൊക്കേഷനും നമുക്ക് തന്നിട്ടുണ്ട് അല്ലേ. ഇവരിലെ ഏറ്റവും മിനിമം ആണ് നമുക്ക് വേണ്ടിയത്. ഓക്കെ, അപ്പം ഇതാണ് നമ്മളെ ഫോർമുല. ഓക്കെ, ഇപ്പം 2 കേസ് നമ്മൾ സോൾവ് ചെയ്തത്, കേസ് 2ഉം കേസ് 3യും നമ്മൾ തീർത്തു. ഓക്കെ, ഇനി നമുക്ക് നമ്മളെ കേസ് 1ലേക്ക് പോവാം. കേസ് 1 എന്താ പറയുന്നത്? കേസ് 1 പറയുന്നത് നമുക്ക് 2 സൈഡിൽ നിന്നും ഡിലീറ്റ് ചെയ്ത് തുടങ്ങാമെന്നാണ് പറയുന്നത് അല്ലേ. അപ്പോൾ ആ എക്സാമ്പിൾ എന്തായിരുന്നു? ഈ ഒരു എക്സാമ്പിളിൽ തന്നെ നമുക്ക് ഇവിടെ ഒന്നുകൂടി എഴുതാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു എക്സാമ്പിൾ തന്നെ എടുക്കാം. ഇതിൽ നമ്മൾ ഡിലീറ്റ് ചെയ്യേണ്ട 1, 10ഉം പിന്നെ ഉള്ളത് ഇതുപോലെയാണ്. ഇവരുടെ ഇൻഡെക്സ് എന്താണെന്ന് കൂടി നമുക്ക് ഇവിടെ മേലെ എഴുതാം. ഓക്കെ, 0, 1, 2, 3, 4, 5, 6, 7 അല്ലേ. അപ്പോൾ ഇനി നമുക്ക് നമ്മളെ ഫോർമുലയിൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഒന്ന് നോക്കാം. ഇതിൽ ഏറ്റവും മാക്സിമം എലമെൻറ്റ് ആരാ? 10 ആണ്. മിനിമം എലമെൻറ്റ് ആരാണ്? 1 ആണ്. ഇവരുടെ ലൊക്കേഷൻ എന്താ? മാക്സിമത്തിൻ്റെ ലൊക്കേഷൻ എവിടെ നിൽക്കുന്നത്? ഇൻഡെക്സ് 1ൽ. മിനിമത്തിൻ്റെ ലൊക്കേഷൻ എവിടെ നിൽക്കുന്നത്? ഇൻഡെക്സ് 5ലാണ് നിൽക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവരെല്ലാവരും ഡീറ്റെയിൽസ് നമുക്ക് കിട്ടി. ഓക്കെ, ഇനി നമുക്ക് ഡിലീറ്റ് ചെയ്യേണ്ടത് നോക്കാം. നമ്മൾ ഇതിൽ ക്വസ്റ്റിനകത്ത് കണ്ടുപോലെ തന്നെ ഇവരെ ഈ 2 എണ്ണത്തിന് ഇവിടെ നിന്നും ലെഫ്റ്റ് നിന്നും ഈ 3 എണ്ണത്തിന് റൈറ്റ് നിന്നും ഡിലീറ്റ് ചെയ്താലാണ് ഏറ്റവും മിനിമം കിട്ടുക അല്ലേ. ബാക്കി ഏത് മെത്തേഡും ലെഫ്റ്റ് നിന്ന് മാത്രം ഡിലീറ്റ് ചെയ്താലും റൈറ്റ് നിന്ന് മാത്രം ഡിലീറ്റ് ചെയ്താലും ഒക്കെ മേലക്കും. ഇതിങ്ങനെ ചെയ്താൽ മാത്രമേ നമുക്ക് 5 ഡിലീഷനിൽ ആൻസർ കിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതെല്ലാവർക്കും ക്ലിയർ ആയിട്ടാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇനി അടുത്ത ഒരു ഫോർമുല ഉണ്ടാക്കണമല്ലോ. ഇതിൻ്റെ ഇപ്പോൾ ഫോർമുല എന്താണ്? ആദ്യം നമുക്ക് ലെഫ്റ്റ് നിന്ന് എത്ര വരെ ഡിലീറ്റ് ചെയ്യണം? അതൊന്ന് ഓർത്ത് നോക്കിയേ. ലെഫ്റ്റ് നമുക്ക് മാക്സിമം എത്ര ഡിലീറ്റ് ചെയ്യണം? നമുക്ക് നമ്മളെ എലമെൻ്റ് ഉള്ള വരെ ഡിലീറ്റ് ചെയ്യണം അല്ലേ. നമുക്ക് കിട്ടുന്ന എലമെൻറ്റ്, അതായത് ഈ ഏറ്റവും മിനിമം ഇവിടെ ചിലപ്പം 10 ആവും, ചിലപ്പം 0 ആവാം, ചിലപ്പോൾ -5, ചിലപ്പം ഇവിടെ എന്താവണമെന്ന് ഒരു നിർബന്ധമില്ല. ഇവിടെ ചിലപ്പോൾ മാക്സിമം നമ്പറോ മിനിമം നമ്പറോ എന്തോ ആവും. പക്ഷേ ഏറ്റവും സ്മോളസ്റ്റ് ലൊക്കേഷൻ വരെയുള്ളതാണ് നമുക്ക് ചെയ്യേണ്ടത്. അപ്പോൾ സ്മോളസ്റ്റ് ലൊക്കേഷൻ അല്ലെങ്കിൽ നമ്മൾ നേരത്തെ ചെയ്ത പോലെ മിനിമം ഇൻഡെക്സ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തില്ല. അപ്പോൾ മിനിമം ഇൻഡെക്സ് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യുക ഇവിടെ. ഓക്കെ, മിനിമം ഇൻഡെക്സ് എന്താ? നേരത്തെ പറഞ്ഞ പോലെ മിനിമം ഓഫ് ഈ തന്നിരിക്കുന്ന 2 പേര്. ഓക്കെ, ഇവരെ മിനിമം എടുക്കുക. ഓക്കെ, അപ്പോൾ മാക്സ് ലൊക്കേഷൻ, മിനിമം ലൊക്കേഷൻ, ഇവർ 2 പേരിൽ ഏറ്റവും മിനിമം ആരാന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കുന്നു. ഇതിൽ ആരേറ്റവും ചെറുത്? 1. ഓക്കെ, അപ്പോൾ 1 ആണ് ഇവിടെ ആൻസർ. അടുത്ത് ഇതൊക്കെ നമ്മൾ കേസ് 2ലും കേസ് 3ലും ഒക്കെ എടുത്ത സെയിം വാല്യൂ തന്നെയാണ്. അടുത്ത് മാക്സിമം ഇൻഡെക്സ് എന്താണ്? മാക്സിമം ഓഫ് ഈ തന്നിരിക്കുന്ന 2 പേര്, ഈ സെയിം 2 ആൾക്കാരിൽ ഏറ്റവും മാക്സിമം ആരാണ്? അതാണ് നമ്മളെ ആൻസർ ഇവിടെ. ഇതിലെ ആൻസർ എന്താ? 5. ഓക്കെ, അപ്പോൾ ഈ 2 കാര്യം നമ്മൾ സോൾവ് ആയില്ലേ. അപ്പം
നമ്മൾ ഏറ്റവും കുറഞ്ഞ ലെഫ്റ്റ് സൈഡ് നോക്കുകയാണെങ്കിൽ 1 വരെയുള്ള ഒരാളെ ഡിലീറ്റ് ചെയ്യണം, അതായത് 0 1, അതായത് ഇവർ രണ്ടുപേരും എന്തായാലും ഡിലീറ്റ് ചെയ്യണം എന്നുള്ളത് മനസ്സിലായി. മാക്സിമം 5 അല്ല, ഏറ്റവും മാക്സിമം ഇൻഡെക്സ് ആണ്. അപ്പോൾ 5ൻ്റെ ശേഷം റൈറ്റ് സൈഡിൽ പോകണം എല്ലാവരും ഡിലീറ്റ് ചെയ്യണം. ഓക്കെ, അപ്പം ഈ സൈഡ് ഡിലീറ്റ് ചെയ്യേണ്ട ആരൊക്കെ മനസ്സിലായില്ലേ? ഈ ഏരിയ മൊത്തം ഡിലീറ്റ് ചെയ്യാണ്ട്, പിന്നെ ഇവിടുന്ന് ഈ ഏരിയയും മൊത്തം ഡിലീറ്റ് ചെയ്യാണ്ട്. അപ്പോൾ അതിനുള്ള ഫോർമുല എന്താ ചെയ്യുക? അപ്പോൾ നമുക്ക് ലെഫ്റ്റ് സൈഡ് ഡിലീറ്റ് ചെയ്യാനുള്ള ആൾക്കാരെ എങ്ങനെ ഇപ്പോൾ നമുക്ക് ഫോർമുലയിൽ എഴുതുക? നമുക്ക് ഒന്നാമത്തെ പൊസിഷൻ വരെയുള്ള ഒന്നാമത്തെ പൊസിഷൻ 0 1 2 ആൾക്കാരുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എന്താ വേണ്ടിയത്? മിനിമം ഇൻഡെക്സ്, നമ്മളെ കേസ് 2ൻ്റെ അത് ഓർമ്മയില്ലേ എന്താ എഴുതിയെന്നുള്ളത്? ആ സെയിം ഫോർമുല തന്നെയാണ്, ഇൻഡെക്സ് +1. ഓക്കെ, ലെഫ്റ്റ് സൈഡിൽ നിന്ന് ഇത്ര ആൾക്കാർ നമ്മൾ ഡിലീറ്റ് ചെയ്യാണ്ട്. ഇനി റൈറ്റ് സൈഡിൽ നിന്ന് എത്ര ആൾക്കാരെ ഡിലീറ്റ് ചെയ്യാണ്ട്? നമ്മളെ നേരത്തെ കേസ് 3ൻ്റെ സെയിം ഫോർമുല എന്താണത്? മൊത്തം ലെങ്ത് ഓഫ് അറേ എന്താണെന്ന് നോക്കുക. ഓക്കെ, ലെങ്ത് ഓഫ് അറേ മൈനസ് ഈ മാക്സിമം ഇൻഡെക്സ് അല്ലേ? ഇതൊന്ന് ഇട്ടൊക്കെ ഇതിൻ്റെ ഈ അരേൻ്റെ ലെങ്ത് എത്രയാണ്? 1 2 3 4 5 8. 8 - 5 ഇവിടെ 3 കിട്ടും അല്ലേ? ഇവിടെ 3 കിട്ടും. ഇതിൻ്റെ എത്രയാണ്? മിനിമം ഇൻഡെക്സ് എത്ര? 1 1 + 1 ഇവിടെ 2 കിട്ടും. 2 + 3 എത്ര? 5. നമ്മളെ സൊല്യൂഷൻ ശരിയാണല്ലോ. അതായത് ഇനി ചെയ്യേണ്ടത് എന്താണ്? ഇവരെ രണ്ടുപേരെ ആഡ് ചെയ്യാം അല്ലേ? ഈ ലെഫ്റ്റ് പ്ലസ് റൈറ്റ് എന്ന് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ ആൻസറായി. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഈ ഒരു പോയിന്റ് ക്ലിയർ ആയിട്ടുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, അപ്പം ബേസിക്കലി ഇതാണ് നമ്മളെ ലോജിക്ക്. ഇനി നമ്മൾ എന്ത് ചെയ്യും? ഈ ഫോർമുല ആരുതാണ്? കേസ് 2ൻ്റെത് അല്ലേ? കേസ് 2ൻ്റെത്. ഈ ഫോർമുല ആരുതാ? കേസ് 3ൻ്റെത്. ഓക്കെ, ഇവർ രണ്ടുപേരെ ആഡ് ചെയ്താൽ ആരായി? കേസ് 1 ആയി. ഓക്കെ, നമ്മളിനി അപ്പം റിട്ടേൺ ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? പൈത്തണാണ് ഞാൻ ചെയ്തത്. അപ്പോൾ പൈത്തൺ നമ്മൾ റിട്ടേൺ ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? നമ്മളിവിടെ ജസ്റ്റ് ഇവിടെ എഴുതാം. നമ്മളിങ്ങനെ അത് ചെയ്യുമ്പോൾ റിട്ടേൺ എന്ത് ചെയ്യും? നമ്മളെ ലെഫ്റ്റ് ആണോ ചെറുത്? മിനിമം ഓഫ് ഇവിടെ മിനിമം ഇടും. ഓക്കെ, മിനിമം ഇവരിൽ ആരാണ് ഏറ്റവും ചെറുത് നോക്കുക? മിനിമം ഓഫ് ലെഫ്റ്റ് ആണോ റൈറ്റ് ആണോ അല്ലെങ്കിൽ ലെഫ്റ്റ് പ്ലസ് റൈറ്റ് ആണോ എന്ന് മനസ്സിലായില്ലേ? ഇത്രേ ഉള്ളൂ നമ്മൾ ലോജിക്ക്. ഈ പ്രോബ്ലം സോൾവ് ആയി. ഓക്കെ, ഇത് നമുക്ക് ഞാൻ പറഞ്ഞതിൽ ചെറിയൊരു ഡിഫറൻസ് എന്താ വെച്ചാൽ നമ്മളെ കേസ് 2 എക്സാക്ട്ലി ഇങ്ങനെയല്ല. കേസ് 2ൽ നമ്മൾ ചെയ്യുന്നത് മാക്സ് ഇൻഡെക്സ് ആണ്, മാക്സ് ഇൻഡെക്സ് ഓഫ് 1ഉം അതേപോലെ കേസ് 3ൽ ഇവിടെ മിനിമം ഇൻഡെക്സാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പം ഈ കേസ് 1ലേക്ക് വരുമ്പോൾ ഡിഫറൻസ് എന്താ വെച്ചാൽ ഇവിടെ മാക്സ് ഇൻഡെക്സിന് നമ്മൾ മിനി ഇൻഡെക്സാണ് യൂസ് ചെയ്യുന്നത്, ഇവിടെ ഇതിന് വരുന്നത്. അപ്പോൾ നമുക്ക് ബേസിക്കലി ലെഫ്റ്റ് പ്ലസ് റൈറ്റ് ചെയ്യാൻ പറ്റില്ല, രണ്ടും സെപ്പറേറ്റ് ഫോർമുലയാണ്. അല്ല, ഇവിടെ നമുക്ക് ചെയ്യാൻ പറ്റും, പക്ഷേ നമ്മൾ ഇവിടെ നമുക്ക് ഇങ്ങനെ റിട്ടേൺ ചെയ്യാൻ പറ്റത്തില്ല. നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ചെയ്യണം. കേസ് 1 സെപ്പറേറ്റ് ആയിട്ടാണ് നമ്മൾ ഫോർമുല എഴുതണം, കേസ് 2 സെപ്പറേറ്റ് തന്നെ ചെയ്യണം, പിന്നെ കേസ് 3ക്കും സെപ്പറേറ്റ്. ഓക്കെ, അപ്പോൾ 3 ഫോർമുല നമ്മൾ എന്ത് ചെയ്യും? സെപ്പറേറ്റ് ആയിട്ട് എഴുതിയിട്ട് മിനിമം ഇതിൽ ആരാന്നുള്ളത് നോക്കും. ഓക്കെ, അങ്ങനെയാണ് ചെയ്യുന്നത്. അതൊരു ചെറിയ മിസ്റ്റേക്കാണ്. കോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആവും. ഓക്കെ, അപ്പോൾ നമ്മൾ കോഡിങ്ങിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ നമുക്ക് ആദ്യം എന്താ ചെയ്യേണ്ടത്? നമ്മൾ ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു 4 കേസ് ഉണ്ടല്ലോ, മാക്സിമം ആരാണ്, മിനിമം ആരാണ്, ഈ മാക്സിമത്തിൻ്റെ ലൊക്കേഷൻ എവിടെയാണ്, മിനിമത്തിൻ്റെ ലൊക്കേഷൻ എവിടെയാണ്, ഇതാണ് നമ്മൾ ആദ്യം കണ്ടുപിടിക്കണം. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യേണ്ടത്? ആദ്യം മാക്സ് നമ്പർ ആരാന്ന് കണ്ടുപിടിക്കാം. പൈത്തണിൽ മാക്സ് നമ്പർ കണ്ടുപിടിക്കാൻ ഭയങ്കര സിമ്പിളാണ്. അതായത് മാക്സ് എന്നുള്ളൊരു ഫംഗ്ഷൻ തന്നെയാണ് അതിന് ഇൻബിൽറ്റ് ആയിട്ടുള്ളത്. അതിനെ വിളിക്കുക, നംസ് എന്ന് കൊടുക്കുക, നമുക്ക് ആൻസർ കിട്ടി. അതേപോലെ മിനിമം നമ്പർ ആരാന്ന് കണ്ടുപിടിക്കാനും സെയിം ഫോർമുല, അതായത് മിനിമം നമ്പർ എന്നിട്ട് മിനിമം എന്നുള്ളൊരു ഇൻബിൽറ്റ് ആയിട്ടുള്ള ഫംഗ്ഷൻ ഉണ്ട് പൈത്തണിൽ, അതിനെ വിളിക്കാം, നിങ്ങൾക്ക് ഇതാക്കാം. ഇത് നിങ്ങൾ വേറെ ഏതെങ്കിലും പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ അതിലൊക്കെ ഇങ്ങനത്തെ ഇതില്ലെങ്കിൽ അല്ലെങ്കിൽ ഇതൊക്കെ ഏറ്റവും ബെസ്റ്റ് നിങ്ങൾക്ക് ജസ്റ്റ് ഒരു ഫോർ ലൂപ്പ് യൂസ് ചെയ്യാം. ഫോർ ലൂപ്പ് യൂസ് ചെയ്യുക, ഇറ്ററേറ്റ് ചെയ്യുക, അതൊക്കെ നിങ്ങൾക്ക് അറിയുന്നുള്ളത് ഞാൻ വിചാരിക്കുന്നു. ഈ അരയിലൂടെ നമ്മളിങ്ങനെ പോകുന്നു, ഇതിൽ ഏറ്റവും മിനിമം ആരാ മാക്സിമം ആരാന്ന് കണ്ടുപിടിക്കുക, അതേ സമയത്ത് തന്നെ ഇവരെ ലൊക്കേഷനും ട്രാക്ക് ചെയ്യുക. ഓക്കെ, അപ്പം അടുത്ത ലൊക്കേഷൻ. ഓക്കെ, അപ്പം മാക്സിമത്തിൻ്റെ ലൊക്കേഷൻ എവിടെയാണ്? ഇപ്പോൾ ഞാൻ അപ്പോൾ പൈത്തണിലാണെങ്കിൽ ലൊക്കേഷൻ കണ്ടുപിടിക്കാനും സിമ്പിളാണ്. സെയിം നംസിൻ്റെ ഇൻഡെക്സ് വിളിക്കാൻ പറ്റും നമുക്ക്. ഓക്കെ, എന്നിട്ട് ഈ നമ്പർ ഇതിന്, കാരണം ഇത് യുണീക്കാണ്, ഇതിലുള്ള എല്ലാതും ഡ്യൂപ്ലിക്കേറ്റഡ് ഒന്നുമില്ല, അതുകൊണ്ട് നമുക്കിത് വിളിക്കാം. ഇത് യൂണീക്ക് അല്ല, ഡ്യൂപ്ലിക്കേറ്റഡ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് ആദ്യം ഞാൻ പറഞ്ഞ ഒരു ഫോർ ലൂപ്പിൽ തന്നെ ഇത് ഇവരെല്ലാവരും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, മിനിമത്തിൻ്റെ ലൊക്കേഷൻ നമുക്ക് നോക്കാം. നിങ്ങളെല്ലാവരും ഞാൻ പറയുന്നത് ഒരു ഫോർ ലൂപ്പ് വെച്ച് ചെയ്യുന്നതാണ് നിങ്ങൾക്ക് പഠിക്കാൻ ഏറ്റവും ബെസ്റ്റ്. അപ്പം അങ്ങനെ ചെയ്തിട്ട് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ എന്നോട് പറയും. ഇപ്പോൾ നമുക്ക് ആരൊക്കെ കിട്ടി? മാക്സിമത്തിൻ്റെ ലൊക്കേഷൻ കിട്ടി, മിനിമത്തിൻ്റെ ലൊക്കേഷൻ. ഇനി ഇവരിൽ ആരാ ഏറ്റവും വലുതെന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ബിഗ്ഗസ്റ്റ് ഇൻഡെക്സ് ആരാണ്? ബിഗ്ഗസ്റ്റ് ഇൻഡെക്സ് ഇവരിൽ ആരാണോ മാക്സിമം ആരാണ് ബിഗ്ഗസ്റ്റ് ഇൻഡെക്സ്. ഓക്കെ, ഒന്നുകിൽ ഇവന് അല്ലെങ്കിൽ മിനിമം ഓഫ് ലോക്ക്, ഇവരാണ് ബിഗ്ഗസ്റ്റ് ഇൻഡെക്സ്. ഓക്കെ, ഞാൻ അടുത്തത് നമ്മൾ ആരാ കണ്ടുപിടിക്കേണ്ടത്? സ്മോളസ്റ്റ്. ഇവർ രണ്ടുപേരേലും ഏറ്റവും ചെറുത് ആരാന്നും കൂടി കണ്ടുപിടിക്കുക. ഓക്കെ, സ്മോളസ്റ്റ് ഇൻഡെക്സ് ആരാന്നുള്ളത് കണ്ടുപിടിക്കാൻ ഇവിടെ ഞാൻ മിനിമം എന്നിട്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് അതും തീരുമാനമായി. ഇനി നമ്മൾ ലെഫ്റ്റ് കേസ്, അതായത് കേസ് 1 ലെഫ്റ്റ് സൈഡിൽ നിന്നാണ് നമ്മൾ വിളിക്കുന്നതെന്ന് വിചാരിക്കുക. ലെഫ്റ്റ് സൈഡിൽ നിന്നാണ് എല്ലാത്തിനും ഡിലീറ്റ്. അപ്പോൾ ലെഫ്റ്റ് സൈഡ് നമ്മൾ ഡിലീറ്റ് ചെയ്യുമ്പോൾ നമ്മൾ എന്താ പറഞ്ഞിട്ടുള്ളത്? ഏറ്റവും റൈറ്റ് അറ്റത്തിൽ ഏറ്റവും മാക്സിമം ഉള്ള എലമെൻ്റ് ആരാണോ അതുവരെ നമുക്ക് ഡിലീറ്റ് ചെയ്യാണ്ടല്ലേ, അതിലേക്ക് ഇങ്ങോട്ട് 1 ആഡ് ചെയ്യാം. അപ്പം ഏറ്റവും ബിഗ്ഗസ്റ്റ് ഇൻഡെക്സ് ആരാണോ
അതിലേക്ക് ഒന്ന് ആഡ് ചെയ്യുക. അത്ര വരെ ആൾ ഡിലീറ്റ് നമുക്ക് ചെയ്യാണ്ട്. ഇനി റൈറ്റ് സൈഡ് നമ്മൾ ഡിലീറ്റ് ചെയ്യുന്നുണ്ടെങ്കിലോ റൈറ്റിൽ നിന്ന് ലെഫ്റ്റ് കയറണം. അപ്പം ഏറ്റവും ചെറിയ നമ്പർ ആരാണോ അതുവരെ നമുക്ക് ഡിലീറ്റ് ചെയ്യാണ്ട്. അതിനെന്താ നമ്മൾ ചെയ്യല്, ലെങ്ത് ഓഫ് അറേ എടുക്കുക. അത് ഞാനിവിടെ ഇനി ഒരു ഇതിലിടാം, n എന്നുള്ളതിൽ ഞാൻ ഈ അറേൻ്റെ ലെങ്ത്ത് ഞാൻ സ്റ്റോർ ചെയ്യുന്നു. ഓക്കെ, അപ്പം നമ്മൾ എന്ത് ചെയ്യും, ഇതിൻ്റെ മൊത്തം സൈസിൽ നിന്ന് ആരെ മൈനസ് ചെയ്യും, നമ്മൾ ഏറ്റവും സ്മോളസ്റ്റ് നമ്പർ നമ്മൾ മൈനസ് ചെയ്യും അല്ലേ. അപ്പം ഇതുവരെയുള്ള ഒരാളെ നമ്മൾ ആ റൈറ്റ് സൈഡിൽ നിന്ന് ഡിലീറ്റ് ചെയ്യും. ഇനി നമ്മൾ അടുത്ത കേസ് എന്തായിരുന്നു, രണ്ട് സൈഡിൽ നിന്ന് നമ്മൾ ഡിലീറ്റ് ചെയ്യുകയാണ്, ലെഫ്റ്റ് റൈറ്റ് രണ്ടാൾ നമ്മൾ ഡിലീറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്താ പറഞ്ഞിട്ടുള്ളത്, നമ്മൾ പറഞ്ഞിട്ടുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്മോളസ്റ്റ് ഇൻഡെക്സിൻ്റെ അറ്റം വരെ നമ്മൾ, അതായത് ഈ സ്മോളസ്റ്റ് ഇൻഡെക്സ് വരെ നമ്മൾ ആദ്യം ഡിലീറ്റ് ചെയ്യും. അപ്പോൾ +1 ആണ്. അപ്പോൾ അതാണ് ഒരു സംഭവം. രണ്ടാമത്തത് പ്ലസ് അതിലേക്ക് എന്താ നമ്മൾ ആഡ് ചെയ്യുക, നമ്മൾ റൈറ്റിൽ നിന്നും ഡിലീറ്റ് ചെയ്യുന്നുണ്ട് അല്ലേ. ഞാനിവിടെ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ടുണ്ട്. ഇവിടെ നമ്മൾ റൈറ്റിൽ നിന്ന് ഇങ്ങോട്ടും വരുന്നത് ഏത് വരെ നമ്മൾ വരും, ഏറ്റവും മാക്സിമം അല്ലെങ്കിൽ മാക്സിമം ഉള്ള ഡിലീറ്റ് ചെയ്യേണ്ട നമ്പർ വരെ. ഇവിടെ ഏറ്റവും മാക്സിമം നമ്പർ ആരാ, 5 അല്ലേ. നമ്മളിവിടെ അത് കണ്ടുപിടിച്ചിട്ടുണ്ട് ഓൾറെഡി. 5 നമ്മളെ മാക്സിമം ലൊക്കേഷൻ. അതുവരെ ഡിലീറ്റ് ചെയ്യണം. ലെഫ്റ്റിൽ നിന്നാണ് വരുന്നതെന്നുണ്ടെങ്കിൽ ഏറ്റവും മിനിമം ലൊക്കേഷൻ വരെയുള്ള, അതായത് 1 ആണ് ഇവിടെ ഏറ്റവും മിനിമം ലൊക്കേഷൻ. ഓക്കെ, അപ്പം ഏറ്റവും മിനിമം ലൊക്കേഷൻ വരെയുള്ളതും റൈറ്റിൽ നിന്നാണ് ഏറ്റവും മാക്സിമം ലൊക്കേഷൻ വരെയുള്ളതാണ് നമ്മൾ ഡിലീറ്റ് ചെയ്യേണ്ടത്. അതാണ് ഞാൻ ഇവിടെ ഇനി ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ മാക്സിമം ലൊക്കേഷൻ വരെ എങ്ങനെ കണ്ടുപിടിക്കുക, n അതായത് ടോട്ടൽ അറേ സൈസിൽ നിന്ന് നമ്മൾ ബിഗ്ഗസ്റ്റ് ആളെ മൈനസ് ചെയ്യുക. അതായത് ഈ മേലെ പറഞ്ഞുള്ള ലെഫ്റ്റും റൈറ്റിൻ്റെയും ഒരു റിവേഴ്സ് കേസ്. ഇവിടെ ലെഫ്റ്റിൽ നമ്മൾ ബിഗ്ഗസ്റ്റ് +1 ആണ്, ഇവിടെ സ്മോളസ്റ്റ് +1. ഇവിടെ റൈറ്റ് കേസിലാണെങ്കിൽ n - സ്മോളസ്റ്റ് ഇൻഡെക്സ് ആണ്, ഇവിടെ n - ബിഗ്ഗസ്റ്റ് ഇൻഡെക്സ്. ഓക്കെ, അപ്പോൾ 3 കേസായി, കേസ് 1, 2, ഇത് 3. ഓക്കെ, ഇനി ഇവരയിൽ ഏറ്റവും ചെറുത് ആരാണോ അവരെ മാത്രം നമ്മൾക്ക് റിട്ടേൺ ചെയ്താൽ മതി. അതിന് നമ്മൾ എന്ത് ചെയ്യും, നമ്മളെ പൈത്തണിൽ മിനിമത്തിനെ വിളിക്കുന്നു. നമ്മൾ പറയാം ഒന്നുകിൽ ലെഫ്റ്റ് അല്ലെങ്കിൽ റൈറ്റ്, അല്ലെങ്കിൽ ഇവർ രണ്ടുപേരും കൂടിയിട്ടുള്ള ലെഫ്റ്റും റൈറ്റും, ഇതിൽ ആരാണോ മിനിമം അവരെ റിട്ടേൺ ചെയ്യാം. ഓക്കെ, ഇത് നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. ടെസ്റ്റ് കേസസ് ഒക്കെ പാസ്സായിട്ടുണ്ട്, എല്ലാം സക്സസ്ഫുൾ ആണ്. നമുക്കിനി സബ്മിറ്റ് ചെയ്യാൻ കോഡ്. യെസ്, കോഡ് സബ്മിറ്റ് ആയിട്ടുണ്ട്. അറൗണ്ട് 90% ഫാസ്റ്ററാണ്. അപ്പം നല്ലൊരു സൊല്യൂഷനാണ്. ഇത് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളുണ്ടെങ്കിൽ താഴത്ത് കമൻറ്റ് ചെയ്യാം. അതുപോലെ കൂടാതെ കൂടുതൽ ഡിസ്കഷൻസും DSA ലീഡ് കോഡ് റിലേറ്റഡ് ഉള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ട്. നമ്മൾ ഡിസ്കോഡ് സെർവറിൽ എല്ലാവരും ജോയിൻ ചെയ്യുക. നമ്മൾ ലിങ്ക് ഞാൻ താഴത്ത് ഇടുന്നുണ്ട്. എന്നിട്ട് കൂടുതൽ ഡൗട്ടും കാര്യങ്ങളും നമുക്ക് അവിടെ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പം എല്ലാവർക്കും ക്വസ്റ്റ്യൻ മനസ്സിലായിട്ടെന്ന് വിചാരിക്കുന്നു. അപ്പം ഇനി അടുത്ത ക്വസ്റ്റ്യൻ വരെ വീണ്ടും കാണാം. ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.